കൂമ്പ് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാവേ. കൂമ്പും പയറുകളും ഇട്ട് തോരൻ വയ്ക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഒത്തിരി ഇഷ്ടമുള്ളൊരു തോരനാണ് ഈ കൂമ്പും പയറും ഇട്ട് തോരൻ വയ്ക്കുന്നത്. മിക്കവാറും കൂമ്പ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഞങ്ങൾ തോരൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നൊരു കൂമ്പ് കിട്ടി. അപ്പം എന്നാൽ വിചാരിച്ചെന്നാൽ പയറിട്ട് തോരൻ വെച്ച് കളയാമെന്ന് വിചാരിച്ചു. വൻപയറും ചെറുപയറും എല്ലാം ഉപയോഗിക്കാറുണ്ട്, തൊമര ഇട്ട് വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അമ്മയ്ക്ക് നല്ല ചുമയാണ്, അമ്മയാണ് ചുമയ്ക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ കൂമ്പൊന്ന് അരിഞ്ഞെടുക്കട്ടെ. കൂമ്പ് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം വെച്ചിരുന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ എല്ലായിടത്തേക്കും ആ ഉപ്പ് പിടിക്കും. പിഴിഞ്ഞെടുക്കുമ്പോൾ ആ കറ അങ്ങ് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് നേരം വെക്കുന്നത്. അവിടെ ഇരിക്കട്ടെ. നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൂമ്പ് തോരൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ കാന്താരി മുളകാണ് അരയ്ക്കുന്നത്. ഇത് പഴുത്ത കാന്താരിയാണ്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. തേങ്ങയൊക്കെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന കൂമ്പ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പയർ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരിക്കണം കേട്ടോ. പക്ഷെ കുറച്ചങ്ങ് വെന്ത് പോയി, കുഴപ്പമില്ല. പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഓക്കെ, എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനിയും കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊടുക് എന്തൊക്കെയാണ് പറയുന്നത്. കടുക് പൊട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ഇവിടെ വറ്റൽമുളകില്ല. എന്നും വിചാരിക്കും മുളക് വടിക്കുമ്പം കുറച്ച് വറ്റൽമുളക് എടുത്ത് വെക്കണമെന്ന്, പക്ഷെ മറന്നു പോകും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഉണങ്ങിയ കറിവേപ്പിലയാണ്. ഇപ്പം നല്ല മഴയാണ് ഇവിടെ, അതുകൊണ്ട് വെളിയിൽ കറിവേപ്പില എടുക്കാൻ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് നേരത്തെ എടുത്ത കറിവേപ്പിലയാണ്. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, നമുക്ക് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ കൂമ്പ് അരിഞ്ഞ് വെച്ചത് നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതങ്ങ് പിഴിഞ്ഞ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം അതേണ്ടേ നമ്മൾ പിഴിഞ്ഞ് ഇത്രയും കറയുണ്ടായിരുന്നു കേട്ടോ. അപ്പം കൂമ്പൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കറയൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഉപ്പ് ഇപ്പിടേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ പയർ വേവിച്ച വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് നമ്മൾ ഇടുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വേവിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് അവിടെ നിന്ന് വേകട്ടെ. പയർ കൂമ്പ് വെന്തോന്ന് നോക്കാം.
ഉപ്പുണ്ട്. നമുക്ക് പയറും കൂടെ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. കൂമ്പ് വെന്തിട്ടുണ്ടേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പുണ്ടോ നോക്കാം. ഒരല്പം ഉപ്പ് കുറവുണ്ടേ. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണിത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള തോരനാണിത്. നമ്മുടെ ചോറിനകത്തൊക്കെ ഇട്ട് ഇളക്കി കഴിക്കാനും അതേപോലെ ഈ തോരൻ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാം. നമ്മൾ പയറിട്ട് കൊടുത്തതല്ലേ ഉള്ളൂ. അപ്പം നമുക്കൊരു 2 മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കും. ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മുടെ തോരൻ എന്തായാലും നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഇപ്പോൾ കറക്റ്റാണ്. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തോരനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ഓക്കെ, നല്ല എരിവുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴുത്ത കാന്താരി അല്ലേ ഇട്ട്, അപ്പോൾ അതുകൊണ്ട് നല്ല എരിവുണ്ട്. അതുമല്ല നമ്മുടെ കറിക്കൊക്കെ ഇച്ചിരി എരിയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസമല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.